വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. എല്ലാവരെയും ഒരു പുതിയ എപ്പിസോഡിലേക്ക്, ഒരു പുതിയ ആഴ്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പാസ്റ്റർ നമ്മളോട് ഒരു പുതിയ വചന സന്ദേശത്തിലൂടെ സംസാരിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ 1-2 ആഴ്ചകളായിട്ട് നമുക്ക് ഫ്രൂട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ ആ ഫലം, അതിനെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ 1-2 ആഴ്ച പഠിച്ചത്. ഇറ്റ്സ് ബീൻ സച്ച് എ ബ്ലെസ്സിങ്. എത്ര പേർക്ക് ഇത് അനുഗ്രഹമായിരുന്ന വ്യക്തികൾ ഈ സമയത്ത് കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യാമോ എന്ത് അനുഗ്രഹമായിരുന്നു എന്ന്? വി വുഡ് ലവ് ടു നോ ഇറ്റ്. ലോകമെമ്പാടുമുള്ള ബ്ലെസ്സിങ് ടുഡേ ഫാമിലി ഒരുമിച്ച് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ എപ്പിസോഡ് സാധ്യമാക്കിയ സ്പോൺസറിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് നമുക്ക് 1-2 കോ സ്പോൺസേഴ്സാണ് ഉള്ളത്. ആദ്യമായുള്ള കോ സ്പോൺസർ എറണാകുളത്ത് നിന്നുള്ളൊരു വെൽവിഷർ ആയിട്ടുള്ള സിസ്റ്ററാണ്. നമുക്ക് ഒരുമിച്ച് ആ സിസ്റ്ററിനും ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് കൊച്ചു മകളുടെ ജന്മദിനമാണ്. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ ടു ദ ഡിയർ ഡോട്ടർ. അപ്പോൾ തന്നെ കൊച്ചുമകളുടെ കോളേജിൽ അഡ്മിഷൻ ലഭിച്ചതിന് നന്ദി സൂചകമായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. സോ ലെറ്റ്സ് ടുഗെദർ പ്രേ ഫോർ ദം. ഫാദർ, ഞങ്ങൾ ഒരുമിച്ച് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൊച്ചുമകളുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവ പൈതലായി വളരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പോൾ തന്നെ ഈ പുതിയൊരു അക്കാഡമിക് ഇയറിൽ കർത്താവ് കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ ഇയറിൽ കർത്താവെ, ഈ ബർത്ത്ഡേയിൽ കർത്താവെ, അങ്ങയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഒന്നിച്ചു വരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. താങ്ക് യു ഫാദർ. നമുക്കൊരു വെൽവിഷർ എറണാകുളത്ത് നിന്ന് അടുത്തൊരു സ്പോൺസറായിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ഈ ബ്രദറും ഫാമിലിക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. മകൻ മാധവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. യേശുവിൻ്റെ നാമത്തിൽ ആ ആൻസൈറ്റി സൗഖ്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. മാറിപ്പോകട്ടെ ആ ലേണിംഗ് ഡിസബിലിറ്റി കർത്താവെ. യേശുവിൻ്റെ നാമത്തിൽ അത് മാറി കർത്താവെ, മകൻ്റെ ആ മൈൻഡിലേക്കും ബ്രെയിനിലേക്കും കർത്താവെ ഒരു വലിയ ഒരു സൂപ്പർ നാച്ചുറലായിട്ടുള്ള വിസ്ഡം പകരണമേ, മെച്യൂരിറ്റി പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ആ മകൻ്റെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടട്ടെ ഫാദർ. ഭവനത്തിലുള്ള എല്ലാ വ്യക്തികളും സ്പിരിച്വലി ഡെലിവറൻസ് പ്രാപിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവിക ആരോഗ്യത്തിൽ അവർ മുൻപിലേക്ക് പോകട്ടെ കർത്താവെ. ഒരിക്കൽ കൂടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു സോ മച്ച് ഡിയർ സ്പോൺസേഴ്സ് ഫോർ പാർട്ട്ണറിങ്. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. കൂടുതൽ ഡീറ്റെയിൽസ് താഴത്തെയുള്ള ആ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. തീർച്ചയായും നിങ്ങൾക്കും ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ സാധിക്കും. നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ വചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം. അതിനു മുമ്പ് ഓർപ്പിക്കട്ടെ, നമുക്ക് UK സ്പെഷ്യൽ മീറ്റിംഗ്സ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ലണ്ടനിലും ബർമിംഗ്ഹാമിലും മാഞ്ചസ്റ്ററിലും നമുക്ക് മീറ്റിംഗ്സ് ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം സ്ക്രീനിൽ ഈ സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ തീർച്ചയായും UK വ്യക്തികൾ കാണുന്നുണ്ടെങ്കിൽ ദയവായി നേരിട്ട് കടന്നു വരിക. അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് അവിടെ ഉണ്ടെങ്കിൽ അവരെ ഇൻഫോം ചെയ്യുക. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വെൽക്കം ബാക്ക്. നമുക്ക് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ദൈവവചനത്തിൽ നിന്നും പഠിക്കാൻ പോവുകയാണ്. ഇൻ ദ നേച്ചർ ദർ ആർ നാച്ചുറൽ പ്രിൻസിപ്പിൾസ് ആൻഡ് റൂൾസ്. മൊത്തം പ്രകൃതിയിലേക്ക് ചെന്നാൽ പ്രകൃതിയിൽ മുഴുവൻ ഒത്തിരി നിയമങ്ങളുണ്ട്, അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിളാണ് ഗുരുത്വാകർഷണം, ഭൂഗുരുത്വാകർഷണം, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. എന്തിനേയും ഭൂമി അതിൻ്റെ സെൻറ്ററിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് നിലത്തൂടെ ഇങ്ങനെ നടക്കാൻ കഴിയുന്നത്. അതല്ലെങ്കിൽ നടക്കാൻ സാധ്യമല്ല. ഈ ഭൂമിയുടെ അത്രയും ഗുരുത്വാകർഷണം ഇല്ലാത്ത ചന്ദ്രൻ്റെ അന്തരീക്ഷത്തിൽ മനുഷ്യർ നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. സോ കെട്ടിടങ്ങൾ ഇവിടെ നമ്മുടെ സ്വന്തം വീട് ആ സ്ഥലത്ത് തന്നെ പുറത്തു പോയി തിരിച്ചു വരുമ്പോൾ അവിടെ തന്നെ ഇരിക്കാൻ കാരണം ഈ ഗുരുത്വാകർഷണം ഉള്ളതുകൊണ്ടാണ്. അതിൻ്റെ ഒരു അപകടം പിടിച്ചൊരു സംഭവം കൂടി ഉണ്ട്. ഒരു 12 നില കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ഒരാൾ വായുവിലേക്ക് കാലെടുത്ത് വെച്ചാൽ, അല്ലെങ്കിൽ എടുത്ത് ചാടിയാൽ നേരെ താഴേക്ക് പോകും. അത് ഇതിൻ്റെ അപകടം പിടിച്ച വഴി ചിലരൊക്കെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്, അത് പ്രപഞ്ചത്തിലെ ഒരു നിയമമാണ്. ഇതുപോലെ തന്നെ മൊത്തം നമ്മുടെ അഖിലാണ്ടത്തെ എടുത്താൽ, യൂണിവേഴ്സിനെ എടുത്താൽ, പല ഗ്രഹങ്ങളും പലതിനെയും ഇങ്ങനെ ചുറ്റുന്നുണ്ട്. ഉപഗ്രഹങ്ങൾ ചുറ്റുന്നുണ്ട്, ഗ്രഹങ്ങൾ സോളാർ സിസ്റ്റം മൊത്തം എടുത്താൽ, അതുപോലെ പല നക്ഷത്രക്കൂട്ടങ്ങൾ, കോൺസ്റ്റലേഷൻസ് എടുത്താൽ, ഗാലക്സീസ് എടുത്താൽ, അതിനെല്ലാം ഇങ്ങനെ അതിൻ്റെതായ രീതിയിൽ നിർത്തുന്ന ചില നിയമങ്ങളുണ്ട്,
പ്രിസൈസ് ആയിട്ടുള്ള പാത്സ് ദൈവം വെച്ചിട്ടുണ്ട്. ഇത് അങ്ങ് പോയി നമ്മുടെ ഏതൊരു മെറ്റീരിയൽ എടുത്താലും എലമെൻറ്റ്സ് എടുത്താലും അതിൻ്റെ മോളിക്യൂൾ, അതിൻ്റെ അകത്തുള്ള ആറ്റത്തിൻ്റെ അകത്ത് പോലും പ്രത്യേകമായ പ്രിസിഷനോടുകൂടെ ദൈവം വെച്ചിരിക്കുന്ന ചില പാത്സും ചില റൂൾസും ചില പ്രോപ്പർട്ടീസും ഉണ്ട്. ഇതുപോലെ പ്രപഞ്ചത്തിൽ ഭൂമിയുടെ ഉൽപ്പത്തി മുതൽ ദൈവം വെച്ചിരിക്കുന്ന ഒരു റൂൾ, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ദൈവവചനത്തിലൂടെ. സോയിങ് ആൻഡ് റീപ്പിംഗ്, വിതയും കൊയ്ത്തും. എല്ലാവരും ഒന്ന് പറഞ്ഞേ, വിതയും കൊയ്ത്തും. യൂട്യൂബിലൊക്കെ കാണുന്നവർ ലൈവ് ചാറ്റിൽ അങ്ങ് ടൈപ്പ് ചെയ്തിടുക, വിതയും കൊയ്ത്തും, സോയിങ് ആൻഡ് റീപ്പിംഗ്. ഇതിനെക്കുറിച്ച് ഇതിനു മുമ്പ് പല പ്രാവശ്യം പല മെസ്സേജുകളിൽ ഞാൻ സ്പർശിച്ചിട്ടുണ്ട്. പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊരു ടോപ്പിക്കൊന്നുമല്ല. മാത്രമല്ല ഇതിലെ the major chunk of the message that I am going to share with you, you know already. എല്ലാവർക്കും അറിയാൻ പറ്റുന്ന കുറേ പ്രിൻസിപ്പിൾസും ഇതിനകത്തുണ്ട്. എങ്കിലും നമ്മളിപ്പോൾ ചുമ്മാ ഒരു അഗ്രികൾച്ചറൽ പ്രിൻസിപ്പിളോ ഇതൊന്നുമല്ല പഠിക്കാൻ പോകുന്നത്. അതിൽ നിന്നും നമ്മുടെ ലൈഫ് ചേഞ്ചിനുള്ള വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. സോയിങ് ആൻഡ് റീപ്പിംഗ്. ജെനസിസ് ചാപ്റ്റർ 1 വേഴ്സ് നമ്പർ 11 and 12. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 11-12. Then God said, let the land produce vegetation, seed-bearing plants and trees on the land that bear fruit with seed in it, according to their various kinds. And it was so. The land produced vegetation, plants bearing seed, according to their kinds, and trees bearing fruit with seed in it, according to their kinds. And God saw that it was good. എൻ്റെ മലയാളം നിങ്ങൾക്ക് സ്ക്രീനിൽ വായിക്കാൻ കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ തന്നെ നിങ്ങളുടെ ബൈബിളിൽ ഒന്ന് എടുത്ത് നോക്കുക. ദിസ് ഈസ് ആൻ അമേസിങ് തിങ്. സൃഷ്ടിപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവം ഒരു നിയമം സെറ്റ് ചെയ്യുകയാണ്. ഞാനതിനെ വിളിക്കും വലിയൊരു അനുഗ്രഹം എന്ന് വിളിക്കും. അനുഗ്രഹത്തിൻ്റെ ഒരു നിയമം പ്രപഞ്ചത്തിൽ കർത്താവ് കൽപ്പിച്ചാക്കുകയാണ്. പ്രത്യേകിച്ച് ഭൂമിയിൽ അവൻ കൽപ്പിച്ചാക്കുകയാണ്. കർത്താവ് വായ് തുറന്ന് പറയുന്നു, ലെറ്റ് ദ ലാൻഡ് പ്രൊഡ്യൂസ് വെജിറ്റേഷൻ. ഭൂമിയിൽ നിന്ന് വിവിധ സസ്യലതാദികൾ ഉണ്ടാകട്ടെ എന്ന് ദൈവം പറയുന്നു. സീഡ് ബെയറിംഗ് പ്ലാന്റ്സ് ആൻഡ് ട്രീസ് ഓൺ ദ ലാൻഡ് ദാറ്റ് ബെയർ ഫ്രൂട്ട് ആൻഡ് സീഡ് ഇൻ ഇറ്റ്. എങ്ങനെയുള്ള വെജിറ്റേഷനാണ് പൊങ്ങി വരുന്നത്? എങ്ങനെയുള്ള വൃക്ഷങ്ങളാണ് പൊങ്ങി വരുന്നത്? സീഡ് ബെയറിംഗ് പ്ലാന്റ്സ്, വിത്തുള്ള, അതത് തരം വിത്തുള്ള സസ്യങ്ങൾ, മരങ്ങൾ, വൃക്ഷങ്ങൾ ഉണ്ടാകട്ടെ. അത് ആ ട്രീസിനെ കുറിച്ച് പറയുന്നത് ട്രീസ് ഓൺ ദ ലാൻഡ് ദാറ്റ് ബെയർ ഫ്രൂട്ട് വിത്ത് സീഡ് ഇൻ ഇറ്റ്. പഴങ്ങൾ, ഫലങ്ങളുടെ അകത്ത് വിത്തുള്ളത്. ഫ്രൂട്ടുണ്ട്, ഫ്രൂട്ട് കഴിക്കാം, എന്നാൽ അതിനകത്ത് സീഡുള്ള വൃക്ഷങ്ങൾ ഭൂമിയിൽ നിന്നും ഉളവായി വരട്ടെ എന്ന് ദൈവം കൽപ്പിക്കുന്നു. അക്കോർഡിംഗ് ടു ദ വേരിയസ് കൈൻഡ്സ് എടുത്തു പറയുന്നു. വിവിധ തരത്തിലുള്ള വിത്ത്, അങ്ങനെയുള്ളത് മുളച്ചു വരട്ടെ എന്ന് ദൈവം പറയുന്നു. ആൻഡ് ഇറ്റ് വാസ് സോ. അങ്ങനെ ഉണ്ടായി. ഉൽപ്പത്തി പുസ്തകത്തിൽ പല ഭാഗത്തും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നൊരു സാധനമാണ് അതത് തരം. ടു ദെയർ വേരിയസ് കൈൻഡ്സ്. അതത് തരം, അതത് ഇനം. ഇന്ന് ബോട്ടണി പഠിക്കുകയാണെങ്കിൽ അതിന് ജീനസ് നെയിംസ് ആൻഡ് സ്പീഷീസ് നെയിംസ് ഒക്കെ കൊടുത്ത് അതിനെല്ലാം സയൻറ്റിഫിക് നെയിംസ് കൊടുത്തിട്ടുണ്ട്. ഓരോന്നിനും ഓരോ ഫാമിലി ഉണ്ട്. പഠിച്ചിട്ടുള്ളവർക്കറിയാം. സസ്യങ്ങളെ, വൃക്ഷങ്ങളെ ഒക്കെ ഓരോരോ ഫാമിലിയായി തിരിക്കാൻ കഴിയും. അതിൻ്റെ ഫാമിലി നെയിംസൊക്കെ നമുക്ക് പലതും മനസ്സിലാവില്ല. പല തരത്തിലുള്ള ഇങ്ങനെയുള്ള സയൻറ്റിഫിക് നെയിംസ്, ശാസ്ത്രീയമായ നാമകരണം ഇതിനെല്ലാം കൊടുത്തിട്ടുണ്ട്. സോ അതെല്ലാം
നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും പഠിക്കുന്നവർക്ക് ആ ഫാമിലി അറിയാം, ഗ്രൂപ്പിംഗ് അറിയാം, അതിൽപ്പെട്ടതിന് സാമ്യങ്ങളുണ്ടായിരിക്കും. പക്ഷേ അതിൻ്റെ ഓരോ സീഡും അതത് തരം, പറയാമോ, അതത് തരമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഞാൻ അവിടെ ഒന്ന് പോസ് ചെയ്തിട്ട് പറയുകയാണ്, ഈ ഒരൊറ്റ കാര്യം, ബൈബിൾ പറഞ്ഞിരിക്കുന്ന ഈ ഒറ്റ കാര്യം ശാസ്ത്രം സമ്മതിക്കും, എല്ലാവരും സമ്മതിക്കും. ഓക്കെ, മ്യൂട്ടേഷനിലൂടെയൊക്കെ ചെറിയ ചേഞ്ചുകൾ ഉണ്ടാകുമെങ്കിലും എല്ലാ പ്ലാന്റ്സും, എല്ലാ സസ്യങ്ങളും വൃക്ഷങ്ങളും, ഇൻക്ലൂഡിങ് ആനിമൽസ്, മൃഗങ്ങളായാലും എന്തായാലും അതത് തരമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദൈവം പ്രപഞ്ചത്തിൽ വെച്ചിട്ടുള്ള ഒരു നിയമമാണ്. അതിൻ്റെ അർത്ഥം ചില ഹൈബ്രിഡുകളും ചില മിക്സുകളും ഒക്കെ ഉണ്ടാകുമെങ്കിലും ദൈവം വച്ചിരിക്കുന്ന നിയമം അനുസരിച്ച് ഒന്നിൽ നിന്നും പരിണമിച്ച് വേറൊന്ന് എന്ന രീതിയിൽ ഒരിക്കലും ഉണ്ടാകാൻ സാധ്യമല്ല. ബിക്കോസ് ഗോഡ് ഹാസ് ഡിസൈൻ ലൈക്ക് ദാറ്റ്. അതുകൊണ്ടാണ് നമ്മൾ വളരെ വ്യക്തമായി പറയുന്നത്, കുരങ്ങിൽ നിന്നും പരിണമിച്ചല്ല മനുഷ്യൻ ഉണ്ടായത്. കുരങ്ങിൻ്റെ ജീനൊക്കെ പതുക്കെ പതുക്കെ ഇമ്പ്രൂവ് ചെയ്ത് കുനിഞ്ഞു നടക്കുന്ന, മരഞ്ചാടി നടക്കുന്ന ഈ കുരങ്ങുകൾ, മനുഷ്യക്കുരങ്ങുകൾ എന്നറിയപ്പെടുന്ന കുറച്ചുകൂടി നിവർന്ന ടൈപ്പ് ആയി. പിന്നെ രോമങ്ങളൊക്കെ പോയി, പിന്നെ കുറച്ചുകൂടി നിവർന്ന് രണ്ട് കാലിൽ നടക്കുന്ന, ഇവിടെ നിന്ന് ഈ ഫിഗറൊക്കെ മാറി മനുഷ്യനായി തീർന്നു എന്നുള്ള സിദ്ധാന്തം തെറ്റാണത്. ശാസ്ത്രീയമല്ല, ഇതുവരെ സയൻറ്റിഫിക്കലി ആർക്കും അത് പ്രൂവ് ചെയ്യാൻ സാധിക്കുകയുമില്ല. അതൊരു ഐഡിയയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ദ തിയറി ഓഫ് ഇവല്യൂഷൻ തികച്ചും തെറ്റാണ് എന്ന് പറയാനുള്ള കാരണം ഇതാണ്. ബൈബിള് വേണ്ട, ബൈബിൾ അവിടെ ഇരിക്കട്ടെ. എല്ലാ വൃക്ഷങ്ങൾക്കും അതത് തരം പ്രൊഡ്യൂസ് ചെയ്യുവാൻ എത്ര നൂറ്റാണ്ട് കഴിഞ്ഞാലും എത്ര കാലങ്ങൾ കഴിഞ്ഞാലും അത് തന്നെ. പ്ലാവാണെങ്കിൽ പ്ലാവ് തന്നെ, മാവാണെങ്കിൽ മാവ് തന്നെ. നേരത്തെ പറഞ്ഞ ഗ്രാഫ്റ്റിങ്ങിലൂടെയും വേറെ ചില പലതിലൂടെയൊക്കെ ചില വ്യത്യാസങ്ങളൊക്കെ വരുത്തുമെങ്കിലും, ക്രോസ് ആയിട്ടുള്ള പലതും ഉണ്ടാക്കുമെങ്കിലും ഒരിക്കലും ഈ പറയുന്നത് പോലുള്ളൊരു പരിണാമം ഇതിൽ നിന്നൊരിക്കലും സാധ്യമല്ല. ഓൾറൈറ്റ്, മടങ്ങി വരാം. 12-ാമത്തെ വചനം, ദ ലാൻഡ് പ്രൊഡ്യൂസ്ഡ് വെജിറ്റേഷൻ, പ്ലാന്റ്സ് ബെയറിംഗ് സീഡ് അക്കോർഡിംഗ് ടു ദെയർ കൈൻഡ്സ് ആൻഡ് ട്രീസ് ബെയറിംഗ് ഫ്രൂട്ട് വിത്ത് സീഡ് ഇൻ ഇറ്റ് അക്കോർഡിംഗ് ടു ദെയർ കൈൻഡ്സ്. വീണ്ടും വീണ്ടും അതത് തരം എടുത്തു പറയുന്നുണ്ട്. ആൻഡ് ഗോഡ് സോ ഇറ്റ് വാസ് ഗോഡ്. അത് നല്ലതെന്ന് ദൈവം കണ്ടു. സൃഷ്ടിപ്പിൽ തന്നെ ദൈവം കൊണ്ടുവന്ന വളരെ ശക്തമായ ഒരു പ്രിൻസിപ്പിളാണ്, ഒരു റൂളാണ്, പ്രപഞ്ചത്തിലെ നിയമമാണ് വിത്തിൻ്റെ നിയമം. വിത്തുകൾ, സോയിങ് ആൻഡ് ഹാർവെസ്റ്റിംഗ്, സോയിങ് ആൻഡ് റീപ്പിംഗ്. ഉൽപ്പത്തി പുസ്തകം തന്നെ 8-ാം അധ്യായത്തിലേക്ക് എടുത്തു ചാടുക. 1-ാം അധ്യായത്തിൽ നിന്ന് 7 അധ്യായങ്ങളെ പിന്തള്ളി 8-ലേക്ക് പോവുക. അവിടെ ഒരു അത്ഭുതകരമായ ഒരു സംഗതി അവിടെ പറഞ്ഞിട്ടുണ്ട്. ജനസിസ് ചാപ്റ്റർ 8 വേഴ്സ് നമ്പർ 22. ഉൽപ്പത്തി പുസ്തകം 8 22-ാമത്തെ വചനത്തിൽ, ആസ് ലോങ് ആസ് ദ എർത്ത് എൻഡ്യൂർസ്, സീഡ് ടൈം ആൻഡ് ഹാർവെസ്റ്റ്, cold and heat, summer and winter, day and night will never cease. എന്താ ഇവിടെ പറയുന്നേ? ഭൂമി ഉള്ളിടത്തോളം കാലം, എന്ന് വരെ ഈ ഭൂമി നിലനിൽക്കുന്നു. അതിനിടയ്ക്കൊന്ന് ബ്രാക്കറ്റിൽ പറഞ്ഞോട്ടെ. മത്തായി സുവിശേഷം 24:35 പറയുന്ന, ആകാശവും ഭൂമിയും മാറിപ്പോയാലും. 1 പത്രോസിൻ്റെ ലേഖനത്തിൽ പറയുന്നു, ഇപ്പോഴത്തെ ആകാശവും ഇപ്പോഴത്തെ ഭൂമിയും മാറിപ്പോവും. ആകാശം ചുരുളുപോലെ ചുരുണ്ടങ്ങ് മാറിപ്പോവും. ഭൂമിയിലെ മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും. ജലപ്രളയത്താൽ ഒരിക്കലും ഇനി ദൈവം ഈ ഭൂമിയെ നശിപ്പിക്കുകയില്ല. കാരണം നോഹയോട് അങ്ങനെ ഒരു കവനൻറ്റ് അല്ലെങ്കിൽ ഉടമ്പടി എടുത്തുപോയി. എന്നാൽ തീ കൊണ്ട് ഇപ്പോഴത്തെ ഭൂമിയെ തീക്ക് വേണ്ടി റെഡിയാക്കി വെച്ചേക്കുക, തീയിലിട്ട് ചുടാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഏത് രീതിയിലാണ് നടക്കാൻ പോകുന്നത് കൃത്യമായിട്ട് എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ചില വർഷങ്ങൾ കഴിയുമ്പോൾ, ചില നാളുകൾ കഴിയുമ്പോൾ, ഒരു ഘട്ടം കഴിയുമ്പോൾ ഈ ഭൂമി പന്ത് പോലെ ഇരിക്കുന്ന ഈ ഗ്ലോബ് മുഴുവൻ തീ കൊണ്ട് കത്തി, അതിൻ്റെ ഭൂവൽക്കം പുറത്തുള്ളത് മുഴുവൻ കത്തി ഉരുകി ഫുള്ളി ചാമ്പലായി പോകും എന്ന് ദൈവത്തിൻ്റെ വചനമാകുന്ന ബൈബിൾ പറയുന്നു.
നേരത്തെ പറഞ്ഞ വചനം അനുസരിച്ച് ആകാശവും ഭൂമിയും മാറിയാൽ ഇതിന് മാറ്റവുമില്ല, അത് സംഭവിക്കും. ഒരു പക്ഷേ ഞാനിങ്ങനെ ചിന്തിക്കുക, അങ്ങനെ ആകണമെന്നില്ല. ഇന്ത്യയും പാകിസ്ഥാനും ചൈനയും അമേരിക്കയും ഓസ്ട്രേലിയയും റഷ്യയും യുക്രൈനും ഭൂമിയിലുള്ള എല്ലാ രാജ്യങ്ങളും അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി, ഡിഫൻസിന് വേണ്ടി, യുദ്ധത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കി വച്ചിരിക്കുന്ന ആണവായുധങ്ങൾ എല്ലാം കൂടി ഒന്ന് പൊട്ടിയാൽ മതി, ഭൂമിയുടെ പരിപാടി തീർന്നു. ഇത് മുഴുവൻ കത്തി ഉരുകി ഒരു മനുഷ്യനുമില്ലാത്ത രീതിയിലേക്ക് ആയിക്കോളും. ഒരുപക്ഷെ അങ്ങനെയാകാം ഇത് സംഭവിക്കാൻ പോകുന്നത്, അറിഞ്ഞൂടാ. എൻ്റെ ഒരു തോട്ട് പറഞ്ഞതേ ഉള്ളൂ. ബട്ട് ആസ് ലോങ് ആസ് ദ എർത്ത് എൻജൂഴ്സ്, ഭൂമി ഉള്ളിടത്തോളം കാലം സീഡ് ടൈം ആൻഡ് ഹാർവസ്റ്റ്, അഥവാ വിത്ത് വിതയ്ക്കുന്ന കാലവും കൊയ്യുന്ന സമയം, കൊയ്ത്തും, കോൾഡ് ആൻഡ് ഹീറ്റ്, ശീതവും ഉഷ്ണവും, സമ്മർ ആൻഡ് വിൻ്റർ, വേനൽക്കാലവും മഞ്ഞുകാലവും, ഡേ ആൻഡ് നൈറ്റ്, രാത്രിയും പകലും, വിൽ നെവർ സീസ്, അതൊരിക്കലും അവസാനിക്കില്ല. എന്നുവെച്ചാൽ ഭൂമി ഉള്ളിടത്തോളം കാലം ഇതൊന്നും അവസാനിക്കാൻ പോകുന്നില്ല. എന്താണ് അവിടെ മനസ്സിലാക്കുന്നത്? കോൾഡ് ആൻഡ് ഹീറ്റ്, സമ്മർ ആൻഡ് വിൻ്റർ എന്ന് വെച്ചാൽ ഋതുക്കൾ, അല്ലെങ്കിൽ വെതർ, ക്ലൈമറ്റ് തുടങ്ങിയ കാര്യങ്ങൾ ഒരിക്കലും അവസാനിക്കില്ല. അതിങ്ങനെ മാറി മാറി പല രീതിയിലുള്ള കാലാവസ്ഥകളും പല രീതിയിലുള്ള കാര്യങ്ങളും ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അല്പസ്വല്പം വ്യത്യാസങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുമെങ്കിലും ഇതൊന്നൊരിക്കലും തീരാൻ പോകുന്നില്ല. ഭൂമി ഉള്ളിടത്തോളം കാലം നിലനിൽക്കേണ്ട കാര്യങ്ങളിൽ ഉൾപ്പെടുത്തി ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് സീഡ് ടൈം ആൻഡ് ഹാർവസ്റ്റ്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, സീഡ് ടൈം ആൻഡ് ഹാർവസ്റ്റ്, അഥവാ വിതയ്ക്കുന്ന കാലവും വിതയും കൊയ്ത്തും, വിതയ്ക്കുന്ന കാലവും കൊയ്ത്തിൻ്റെ കാലവും. ഓ മൈ ഗോഡ്, വിതയ്ക്കുന്ന കാലവും കൊയ്ത്തിൻ്റെ കാലവും ഒരിക്കലും നിന്നു പോകുകയില്ല. ഇത് ദൈവം വച്ചിരിക്കുന്നൊരു നിയമമാണ്. ഓക്കേ, അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്നു, ഇപ്പോൾ നിലവിലുള്ളൊരു നിയമമാണ് സീഡ് ടൈം ആൻഡ് ഹാർവസ്റ്റ്, വിതയും കൊയ്ത്തും. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ പ്രിൻസിപ്പിൾ ബാധകമാണ്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരാൾക്ക് പോലും വിതയും കൊയ്ത്തും എന്ന പ്രിൻസിപ്പിളിൽ നിന്ന് മാറിപ്പോകാൻ സാധ്യമല്ല. ദൈവം ചെയ്ത ഒരു പരിപാടി എന്ന് പറയുന്നത്, ഗോഡ് ഡിഡ് ക്രിയേഷൻ വൺസ് ആൻഡ് ദെൻ ഹി എസ്റ്റാബ്ലിഷ്ഡ് ദ സീഡ് പ്രിൻസിപ്പിൾ ഫോർ സസ്റ്റൈനിങ് ദ ക്രിയേഷൻ ഫോർ എവർ. ദൈവം സൃഷ്ടിപ്പ് കർത്താവ് ഒരിക്കലേ ചെയ്തിട്ടുള്ളൂ. ഞാൻ കഴിഞ്ഞ ഏതോ മോർണിംഗ് ഗ്ലോറി സീരീസിൽ ഞാനത് പറഞ്ഞിരുന്നു. ദൈവം ഒരിക്കൽ മാത്രമേ സൃഷ്ടിച്ചുള്ളൂ. 6 ദിവസങ്ങൾ കൊണ്ട് കർത്താവ് സൃഷ്ടിപ്പ് മുഴുവൻ തീർത്തു. ഈ 6 ദിവസം കൊണ്ട് എല്ലാ സൃഷ്ടിപ്പും തീർത്ത ശേഷം ഇത് നിലനിൽക്കണമെങ്കിൽ അതിനുവേണ്ടി ദൈവം വെച്ച പ്രിൻസിപ്പിളാണ് ദ സീഡ് പ്രിൻസിപ്പിൾ. ഞാൻ പല പ്രാവശ്യം അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി സൃഷ്ടിക്കപ്പെട്ട എന്തും തുടർന്നു കൊണ്ട് പോകണമെങ്കിൽ അതിന് ജനറേഷൻസ് ആവശ്യമാണ്, തലമുറകൾ ആവശ്യമാണ്, അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ ആവശ്യമാണ്, പ്രത്യുൽപാദനം ആവശ്യമാണ്. ഒന്നിൽ നിന്നും അതുപോലെ തന്നെയുള്ള അടുത്തൊരു തലമുറ, ഒന്നിൽ നിന്നും ഒന്നല്ല, ചിലപ്പോൾ അനേകം വർദ്ധിച്ച് പെരുകി പോകേണ്ടത് ആവശ്യമാണ്. ഇതാണ് ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിനകത്തുള്ള ഒരു രഹസ്യം. സൃഷ്ടിച്ച ദൈവം ആ സൃഷ്ടിക്കപ്പെട്ട കാര്യങ്ങളെല്ലാം ഒരു ജനറേഷൻ കഴിയുമ്പോൾ, ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഇല്ലാതായി പോകരുത് എന്ന് നിർബന്ധമുള്ളയാളാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ സീഡ് പ്രിൻസിപ്പിൾ ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. എക്ലീസിയാസ്റ്റസ് ചാപ്റ്റർ 3 and verse number 2, സഭാപ്രസംഗി 3-ാം അധ്യായം 2-ാമത്തെ വചനം. എ ടൈം ടു ബി ബോൺ ആൻഡ് എ ടൈം ടു ഡൈ, എ ടൈം ടു പ്ലാന്റ്, എ ടൈം ടു അപ്രൂട്ട്. അതിൽ പല കാര്യങ്ങൾ, ജനിക്കാനൊരു കാലം, മരിക്കാനൊരു കാലം, നടാനൊരു കാലം, പറിക്കുവാനൊരു കാലം എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നട്ടാൽ പറിക്കാൻ കഴിയും. സോ
ദൈവം ഈ പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് ഈ ഭൂമിയിലുള്ള സകല മുന്നിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. സൃഷ്ടിച്ച സകലത്തെയും സസ്റ്റെയിൻ ചെയ്യുന്നത്, നിലനിർത്തി കൊണ്ടുപോകുന്നത് ദൈവം സൃഷ്ടിയുടെ അകത്ത് വെച്ച സീഡ് പ്രിൻസിപ്പിളിലൂടെയാണ്. അത് നിങ്ങൾക്ക് ബാധകമാണ്, എനിക്ക് ബാധകമാണ്, ലോകത്തിലുള്ള സകലർക്കും ഇത് ബാധകമാണ്. ഒരു വചനം കൂടെ നിന്ന് പറഞ്ഞോട്ടെ. ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് 17 and verse number 26. അപ്പോസ്തല പ്രവൃത്തികൾ 17:26. അതിൽ ആൻഡ് ഹി ഹാസ് മെയ്ഡ് ഫ്രം വൺ ബ്ലഡ് എവ്രി നേഷൻ ഓഫ് മെൻ ടു ഡ്വെൽ ഓൺ ഓൾ ദ ഫേസ് ഓഫ് ദി എർത്ത് ആൻഡ് ഹി ഹാസ് ഡിറ്റർമിൻഡ് ദ പ്രീ അപ്പോയിൻറ്റഡ് ടൈംസ് ആൻഡ് ദ ബൗണ്ടറീസ് ഓഫ് ദിയർ ഡ്വെല്ലിങ്സ്. ഒരു വ്യക്തിയിൽ നിന്ന്, ഒരു മനുഷ്യനിൽ നിന്ന് ഈ ഭൂമിയിലുള്ള സകലരെയും ഉണ്ടാക്കി. അവരുടെ കാലങ്ങൾക്ക് അതിരുകളും ഇതൊക്കെ നിശ്ചയിച്ചു. ഈ വചനവും നമ്മൾ ഒത്തിരി പ്രാവശ്യം എടുത്തു പറയാറുള്ളതാണ്. പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫ്രം വൺ ബ്ലഡ്, ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ഒരു രക്തത്തിൽ നിന്ന്, എവ്രി നേഷൻ ഓഫ് മെൻ, ഉദ്ദേശിക്കുന്നത് ഒറ്റ വ്യക്തിയിൽ നിന്ന് ഈ ഭൂമിയിലുള്ള സകലരെയും ദൈവം ഉണ്ടാക്കി. യാക്കോബ് എന്നൊരു മനുഷ്യൻ പഴയ നിയമത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ ഒരു വടിയോടുകൂടെ ഇവിടെ വന്നു, പക്ഷെ നീ എന്നെ ഇത്രയും വലിയൊരു കൂട്ടമാക്കി മാറ്റിയിരിക്കുന്നു. ഒറ്റ വ്യക്തിയായിട്ട് വന്ന മനുഷ്യനാണ്, പക്ഷെ അദ്ദേഹത്തെ വർദ്ധിച്ച് പെരുക്കി. ആ യാക്കോബിൽ നിന്ന് പുറത്തേക്ക് വന്ന യോസെഫ് ഈജിപ്തിലേക്ക് പോയത് ഒറ്റ വ്യക്തിയായിട്ടാണ്. അവിടെ താൻ വിവാഹം കഴിച്ചു, തനിക്ക് മക്കളുണ്ട്, തൻ്റെ കുടുംബം. എന്നാൽ യാക്കോബിൻ്റെ ബാക്കിയുള്ള 11 മക്കളും അവർ എല്ലാവരും കൂടി, എനിക്ക് തോന്നുന്ന ഏകദേശം ഒരു 70ഓളം പേരാണെന്ന് തോന്നുന്നു, എല്ലാവരും കൂടെ ഇവിടെ വന്നു ചേർന്നു. അതിനുശേഷം 400 വർഷത്തിന് ശേഷം, അല്ലെങ്കിൽ 430 വർഷത്തിന് ശേഷം അവർ പുറത്തു വന്നപ്പോൾ ഏകദേശം 30 ലക്ഷം പേരുണ്ടായിരുന്നു. സോ ഒരു കൊച്ചു കൂട്ടത്തിൽ, ഒരു വ്യക്തിയിൽ നിന്ന് ഇത്രയുമാക്കി, ഒരു കൊച്ചു കൂട്ടത്തിൽ നിന്ന് ഇത്രയും വലിയ ഒരു ജനതയാക്കി ദൈവം അവരെ മാറ്റി. ഞാൻ നിങ്ങളെ നോക്കി പറയുകയാണ്, നിങ്ങളെയും കർത്താവ് ഇതുപോലെ വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളിൽ നിന്നും ഇതുപോലെ പുറത്തേക്ക് പലതും വരുവാനുണ്ട്. യേശു 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നു. ആ 12 ശിഷ്യന്മാർ 12 ഉള്ളൂ. പക്ഷേ പിന്നീട് പെന്തക്കോസ്ത് നാളിൽ ഗുണം 10 into 10 120 പേർ അതിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നു. ആ 120 പേരിൽ നിന്ന്, അല്ലെങ്കിൽ ഈ കൊച്ചുകൂട്ടത്തിൽ നിന്നാണ് ഇന്ന് സകല ഭൂഖണ്ഡങ്ങളിലും കാണുന്ന വിശ്വാസ സമൂഹം ഉളവായിരിക്കുന്നത്. ഇതിലെല്ലാത്തിൻ്റെയും പുറകെ, സസ്യങ്ങളിൽ മാത്രമല്ല മനുഷ്യരിലും ഈ ഒരു വലിയ പ്രിൻസിപ്പിൾ അടങ്ങിയിരിക്കുകയാണ്: വിതയും കൊയ്ത്തും. അടുത്ത ദിവസങ്ങളിൽ നമ്മളിതിൻ്റെ ചില ഡീപ്പർ ലെവലുകളിലേക്ക് നമ്മൾ പോയി ഇറങ്ങി ചിന്തിച്ച് അനുഗ്രഹം പ്രാപിക്കാൻ പോവുകയാണ്. പക്ഷേ ഞാൻ നിങ്ങളെ നോക്കി പ്രവചിച്ചു പറയുന്നു, കർത്താവ് നിങ്ങളെയും ഇതുപോലെ വർദ്ധിപ്പിച്ച് അനുഗ്രഹിച്ച് നടത്താൻ പോവുകയാണ്. പക്ഷേ ഈ പ്രിൻസിപ്പിൾ മറക്കരുത്: വിതയും കൊയ്ത്തും, സീഡ്, സോയിങ് ആൻഡ് ഹാർവെസ്റ്റിംഗ്. വിതയും കൊയ്ത്തും അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഞാൻ ഈ സമയത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കൈകൾ ഇങ്ങോട്ട് നീട്ടിപ്പിടിക്കുക. കർത്താവെ, ജനങ്ങളെ അനുഗ്രഹിക്കുന്നു. ഞങ്ങളിന്ന് പഠിക്കാൻ ആരംഭിച്ചിരിക്കുന്ന ഈ വിഷയം ഗ്രഹിക്കുവാൻ കർത്താവ് എല്ലാവരെയും സഹായിക്കണമേ. രോഗികളെ ഇപ്പോൾ സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഷോൾഡർ സ്റ്റിഫായിട്ട്, അത് കൈ ഉയർത്താനൊക്കെ പറ്റാതിരിക്കുന്ന ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. ക്യാൻസർ മുതലായ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അതുപോലെ ശരീരത്തിനകത്ത് എന്തൊരു ഫോറിൻ ബോഡി പ്രവേശിച്ചിട്ട്, എന്തോ ഒന്ന് വേണ്ടാത്ത ഒന്ന് പ്രവേശിച്ചു, അതിനുശേഷമുള്ള അസ്വസ്ഥതകളുമായിരിക്കുന്ന ഒരാളെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഏത് വിഷയത്തിന് ഇപ്പോൾ വിടുതലുണ്ടാകട്ടെ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ.
ഇന്നത്തെ മോർണിംഗ് ഗ്ലോറി കണ്ടതിന് എല്ലാവർക്കും നന്ദി പറയുന്നു. ഇത് അനേകർക്ക് അയച്ചു കൊടുക്കണം. ഇത് പഠിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കുക. ഒരു ബ്ലെസ്സിങ് ഗ്രൂപ്പ് നിങ്ങൾക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഗോഡ് ബ്ലെസ് യു ഓൾ. നാളെ നമുക്ക് വീണ്ടും കാണാം. ബൈ.